ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. എല്ലാ ജീവജാലങ്ങളിലും നിറഞ്ഞിരിക്കുന്നത് ഒരേ ചൈതന്യമാണെന്ന സത്യം നാം ഒരിക്കലും മറക്കാൻ പാടില്ല. ആ മനോഭാവം നമുക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ തോന്നൂ. കാരണം നാം ഓരോരുത്തരും ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നമ്മെ തന്നെയാണ്. നാമാണ് എല്ലാവരിലും നിറഞ്ഞിരിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടായാൽ എല്ലാത്തിനെയും സ്നേഹിക്കുകയല്ലാതെ മറ്റു പോംവഴി ഒന്നും തന്നെയില്ല. അതിനാൽ നാം ഇപ്പോൾ ദേഹോഹബുദ്ധിക്ക് വിധേയരായിക്കൊണ്ടാണ് ശരീരമാണ് ഞാൻ, സ്ത്രീയാണ് ഞാൻ, പുരുഷനാണ് ഞാൻ, കുട്ടിയാണ് ഞാൻ, വൃദ്ധയാണ് ഞാൻ എന്നെല്ലാം നമുക്ക് തോന്നുന്നത് ഈ ദേഹമാണ് ഞാൻ എന്ന തോന്നലാണ്. വാസ്തവത്തിൽ അത് അജ്ഞത കൊണ്ട് അല്ലെങ്കിൽ ആത്മജ്ഞാനം ഇല്ലായ്മ കൊണ്ട് തോന്നപ്പെടുന്നതാണ്. അതാണ് നാം തിരുത്തേണ്ടത്. അതുകൊണ്ട് നാം യഥാർത്ഥത്തിലുള്ള നാമായി മാറണമെങ്കിൽ നാം ഇന്നു നാമായി മാറണമെങ്കിലോ സ്നേഹിക്ക വേണം നാം ഏവരെയും. ആത്മാവെന്നുള്ളൊരു ശക്തിയൊന്നല്ലയോ ഏതൊരു ജീവജാലങ്ങളിലുള്ളതും. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. നാം ഇന്നു നാമായി മാറണമെങ്കിലോ, അയഥാർത്ഥമായിട്ടുള്ള ഒരു ഞാനാണിപ്പോൾ എന്നിലുള്ളത്. അതാണ് പ്രശ്നനിർഭരമായതും ദുഃഖപരമായി തീരാനും കാരണമായത്. ദേഹോഹബുദ്ധിയാണ്. ദേഹോഹബുദ്ധിക്ക് അധീനരായാൽ സ്വന്തം ദേഹം ചുമക്കും ചുമട്ടുകാർ നമ്മൾ. ഞാൻ ദേഹമാണ് എന്ന ധാരണ നമുക്ക് ഉറച്ചു കഴിയുമ്പോൾ ഈ ദേഹം ചുമക്കുന്ന ചുമട്ടുകാരാണ് നമ്മൾ. ആത്മോഹബുദ്ധിക്ക് അധീനരായാൽ സ്വന്തം ദേഹം നയിക്കും നിയാമകർമ്മം. നമ്മൾ ആത്മാവാണെന്ന പരമസത്യം നമുക്ക് ബോധ്യമായാൽ ഈ ദേഹത്തെ നയിക്കുന്ന നിയാമകരാണ്. അടിമയാകണോ ഉടമയാകണോ, ഇത് നാമാണ് തീരുമാനിക്കേണ്ടത്. അടിമയായി നാം അനവധി കാലം ജീവിച്ചു കഴിഞ്ഞു. ശരീരത്തിൻ്റെ അടിമയായി ജീവിച്ചു കഴിഞ്ഞു. ഇനി ശരീരത്തിൻ്റെ ഉടമയാരാണോ അതായിത്തീരലാണ് നാം ഇന്നു നാമായി മാറണമെങ്കിലോ. ഇപ്പോഴുള്ള ഈ നാം യഥാർത്ഥത്തിലുള്ള നമ്മളായി മാറണം. അങ്ങനെ മാറണമെങ്കിൽ സ്നേഹിക്ക വേണം നാം ഏവരെയും. അവിടെ നമുക്ക് വേണ്ടത് അതല്ല എന്ന് ഈ ഞാനാണെന്ന് തോന്നാൻ കാരണം നമ്മുടെ മനസ്സിൽ വന്നു ചേർന്ന മാലിന്യം കൊണ്ടാണ്. മനസ്സിൽ വന്നു ചേർന്ന മാലിന്യങ്ങളാണ് രാഗം, ദ്വേഷം, കാമം, ക്രോധം, അസൂയ, പക, വിദ്വേഷം, പ്രതികാരം മുതലായവയെല്ലാം മനസ്സിലെ മാലിന്യങ്ങളാണ്. വലിയ ഒരു സംഖ്യ തന്നെ അവരുണ്ട്. അവ നമ്മിൽ നിന്നും അവയെല്ലാം നമ്മുടെ മനസ്സിൽ നിന്നും നീക്കം ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സ് സ്നേഹം കൊണ്ട് നിറയണം. സ്നേഹം കൊണ്ട് നിറയണമെങ്കിൽ എല്ലാത്തിലും ആത്മാവാണ്, എല്ലാത്തിലും ഞാൻ തന്നെയാണ് നിറഞ്ഞിരിക്കുന്നത് എന്ന ബോധം നമുക്ക് വേണം. അപ്പോൾ മാത്രമേ നമുക്ക് എല്ലാത്തിനെയും സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. ആ സ്നേഹം നമുക്കുണ്ടാവണം. നാം ഇന്നു നാമായി മാറണമെങ്കിലോ സ്നേഹിക്ക വേണം നാം ഏവരെയും. ആത്മാവെന്നുള്ളൊരു ശക്തിയൊന്നല്ലയോ. നമ്മുടെ ഈ ശരീരത്തെ നിലനിർത്തുന്നത് ആത്മാവെന്ന് പറയപ്പെടുന്ന ഒരു ശക്തിവിശേഷമാണ്. ആ ശക്തിവിശേഷം ഇതിലില്ലെങ്കിൽ ഇത് വെറും ശവമായി മാറുന്നു. ശിവനിതിലില്ലെങ്കിൽ ഇത് ശവമായി മാറുന്നു. ആ ശവമായി കഴിയുമ്പോൾ, ആ ശക്തി ഇതിൽ നിന്നും വിട്ടുപോയി കഴിയുമ്പോൾ, ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ നിറവും ഇതിൻ്റെ ഭാവവും എല്ലാം മാറുന്നു. മുമ്പ് നല്ല ഓജസ്സുണ്ടായിരുന്ന മുഖമെല്ലാം വെളറി വെളുത്ത് നിശ്ചേഷ്ടമായി തൊട്ടു നോക്കിയാൽ ഐസ് പോലെ തണുത്ത് സന്ധിബന്ധങ്ങളൊക്കെ ഉറച്ച് വിറകിൻ കൊള്ളി പോലെ വടി പോലെയായിത്തീരുന്നു.
ഇപ്പോൾ നമുക്ക് ഒടിഞ്ഞും തിരിഞ്ഞും വളയാനും തിരിയാനും ഒക്കെ കഴിയുന്നത് ഈ ശക്തി ഇതിൻ്റെ പ്രവർത്തനം നിലച്ച് അത് ഇതിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ ഇതിൻ്റെ കോലം മാറുന്നത് കാണാത്തവരാരുമില്ലല്ലോ. പിന്നീട് വടിപോലെയായ ശരീരം കുറച്ചുകൂടി മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും അത് വീണ്ടും അത് ചീർക്കാൻ തുടങ്ങുന്നു. നാം ഇപ്പോൾ കാണുന്ന ഈ ശരീരം ഒരു 10 ഇരട്ടി വലുപ്പമുള്ളതായി മാറുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ മാറ്റത്തിനുള്ള കാരണം. 10 ഇരട്ടി വലുപ്പമുള്ളതായല്ല, പിന്നീട് അതിലുള്ള വെള്ളം ജലത്തിൻ്റെ അംശം ജലത്തിനോടും, ഭൂമിയുടെ അംശം ഭൂമിയോടും, വായുവിൻ്റെ അംശം വായുവിനോടും, ആകാശത്തിൻ്റെ അംശം ആകാശത്തോടും, അഗ്നിയുടെ അംശം ആദ്യമേ ഇതിൽ നിന്നും വിട്ടുപോയി. അങ്ങനെ ഓരോന്നിനോട് ഏതൊന്നിൽ നിന്നെല്ലാം ചേർന്ന് ഇത് ഉണ്ടാക്കിയോ അതാത് വസ്തുക്കളായി വേർതിരിയാൻ തുടങ്ങുന്നു. അങ്ങനെ ഇതിനെ നിർമ്മിക്കാൻ എപ്രകാരം ഇവയെല്ലാം ഒന്നിച്ചു ചേർന്നുവോ അപ്രകാരം ഇതിൻ്റെ പരിണാമം കൊണ്ടാണ് ഈ നാശവും സംഭവിക്കുന്നത്. എന്നാൽ ഈ നാശമെല്ലാം തന്നെ അഗ്നിക്കിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ പരിണാമ പ്രക്രിയ അഗ്നിദേവൻ ഏറ്റെടുക്കുന്നു. എന്നാൽ മണ്ണിലാണ് നാം നിക്ഷേപിക്കുന്നതെങ്കിൽ അതിൻ്റെ രൂപം മാറൽ മറ്റൊരു തരത്തിലായിരിക്കും. ഇങ്ങനെ ഈ ശരീരം അതാതായി രൂപാന്തരപ്പെടുന്ന പ്രക്രിയ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നാം എന്ന് പറയുന്നത് ഈ ദേഹമല്ല. ഈ ദേഹത്തെ ചേഷ്ടിപ്പിക്കുന്ന ശക്തിവിശേഷം ഏതോ അതാണ് നാം എല്ലാവരും. ഞാൻ എന്ന് പറയപ്പെടുന്ന ആ ശക്തിവിശേഷം അത് നമുക്ക് വരണമെങ്കിൽ എല്ലാവരെയും നാം സ്നേഹിക്ക വേണം. നാം ഏവരെയും നാം ഇന്നു നാമായി മാറണമെങ്കിലോ സ്നേഹിക്ക വേണം നാം ഏവരെയും. ആത്മാവെന്നുള്ളൊരു ശക്തിയൊന്നല്ലയോ ഏതൊരു ജീവജാലങ്ങളിലുള്ളതും. ഇതല്ലേ പരമാർത്ഥമായിരിക്കുന്നത്. ആ ബോധം എപ്പോഴും നമുക്കുണ്ടാവണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും നിരന്തരം അതിനു വേണ്ട പ്രവർത്തനം നടത്തുകയുമാണ് ജന്മ ഉദ്ദേശം.